ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ടിപ്പിക്കൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് ഉണ്ടാക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 കപ്പിൽ ഞാൻ 2 മുട്ടയും കുറച്ച് സവാള കൊത്തി അരിഞ്ഞതും പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ എഴുന്നേക്കാനൊക്കെ വൈകിപ്പോയി തലേദിവസം മാവൊന്നും അരച്ചു വെച്ചിട്ടില്ല, എന്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമെന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇതൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചായ കൂടി നിർത്തിയെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് ജീരകവെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീരകവും കറുവപ്പട്ടയും അതിൻ്റെ അകത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ പാനിലേക്ക് നമുക്കിനി ദോശമാവ് ഒഴിക്കാം. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ, എങ്കിലേ നമുക്ക് ആ മുട്ടയും കൂടെ അതിലേക്ക് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ദോശ ഒന്ന് സെറ്റായി വന്നു തുടങ്ങുമ്പോൾ നമുക്കതിന് മുകളിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും സവാളയും ഉപ്പും കുരുമുളക് പൊടികളുണ്ടല്ലോ, അതിന് മുകളിലൊന്ന് തൂവി കൊടുക്കാം. ഈ പരുവാകുമ്പോൾ ഇനി നമുക്ക് ദോശ പകുതിക്ക് വെച്ച് മടക്കി 2 വശവും ഒരേപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ 4ആയിട്ട് മടക്കാം കേട്ടോ. എനിക്ക് പക്ഷേ കുറച്ചുകൂടെ എളുപ്പത്തിൽ തോന്നിയത് ഇതുപോലെ 2ആയിട്ട് മടക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഗോതമ്പും മുട്ടയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജീരകവെള്ളം റെഡിയായി. എന്ത് എളുപ്പത്തിൽ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങുവാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ ആയിട്ട് വരുന്നത്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇന്ന് ഉച്ചത്തേക്ക് ഈ നെയ്മീൻ ഒന്ന് കറി വയ്ക്കാം, അതേപോലെ തന്നെ 2-3 എടുത്ത് വറക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇതിവിടെ ഫ്രഷ് കിട്ടുന്നതല്ല, ഫ്രോസണാണ്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് നുറുക്കുന്നുണ്ട്. ഒരുപാട് വലിയ കഷ്ണമാണ്, മൊത്തം 1 കിലോ ആണ്. അതിൻ്റെ അകത്ത് കുറച്ചെടുത്ത് കറി വയ്ക്കാം, ബാക്കി എടുത്ത് വറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് അരി എടുപ്പത്തിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ മട്ട അരി കൂട്ടി ചോറിടുന്നത്. അറിയാമായിരുന്നല്ലോ, ഞാനൊരു ഡയറ്റൊക്കെ എടുത്ത് കുറച്ചൊന്ന് വെയിറ്റൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കലായിരുന്നു, അതുകൊണ്ട് കുറേ നാൾ കൂടിയാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഉലുവയും ഇട്ടു. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കറിവേപ്പിലയും അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാം. അപ്പോൾ ഞാൻ ഇന്നൊരു മാങ്ങയും നെയ്മീനും കൂടെ ഇട്ടിട്ട് പാരഗൺ സ്റ്റൈലിലൊരു മീൻകറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഹോട്ടൽ പാരഗൺ ഉണ്ടല്ലോ, അവിടെയൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു മീൻകറി. അപ്പോൾ ഇതിന് നെയ്മീൻ തന്നെ വേണമെന്നില്ല, ആവോലിയോ എന്തും മീൻ വേണമെങ്കിൽ ആവാം. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണം മീനായിരിക്കും ഇങ്ങനെ കറി ഉണ്ടാക്കാൻ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ അത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉലുവയും കടുകും ഒക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ചെറിയുള്ളി ചേർക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് സവാളയും ചേർത്തു കേട്ടോ. സവാള നമ്മൾ രാവിലെ ആ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ നേരത്ത് ബാക്കി വന്നത്, അപ്പോൾ ആ സവാളയും കൂടെ ചേർത്തു. പിന്നെ പച്ചമുളകും ചേർത്തു. അപ്പോൾ മൊത്തം നമ്മൾ ചെറിയുള്ളി മാത്രം ചേർക്കുന്നെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സവാളയും കൂടെ ചേർത്തത്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊക്കെ മാറ്റം വരുത്താം കേട്ടോ. നമ്മുടെ ഈ മീൻകറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറൊക്കെ നല്ല മഞ്ഞ കളറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കളർ മൊത്തത്തിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ടാകും. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്ന് അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. ഞാൻ അരിഞ്ഞു വെച്ചതിൽ നിന്ന് പകുതി മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ബാക്കി പകുതി നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തു. പിന്നെ അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ എത്രത്തോളം ചാറ് വേണോ അത്രയും അളവിൽ ഞാൻ വെള്ളവും ചേർത്തു. അപ്പോൾ ചൂട് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. മാങ്ങ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചു. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരുപാട് വെള്ളത്തിലല്ല ഉണ്ടാക്കുന്നത്, നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചുകടി പോലെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിന് മാറ്റം വരുത്താം കേട്ടോ.
അപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ആ കഷ്ണം ഒന്ന് മൂടി വരുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ചാൽ മീനൊന്ന് നന്നായിട്ട് വേവട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീനൊരു 3/4 വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി മാങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നത്. കാരണം ആദ്യം ഇട്ട മാങ്ങ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതങ്ങ് ഉടഞ്ഞു പോകും, അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ഇപ്പം മാങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കടിക്കാനൊക്കെ കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ ഞാനിവിടെ മീൻ വറുക്കാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഉപ്പും നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതേപോലെ ഇതിനകത്ത് ഞാനൊരു സ്പെഷ്യൽ സാധനം ഇപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്. അത് ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചേർക്കാൻ എന്തായാലും മറക്കരുതേ. അവസാനം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പം മീൻ നന്നായി വെന്ത ശേഷമാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. കാരണം തേങ്ങാപ്പാൽ ചേർത്ത ശേഷം നമുക്കത് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മീനും മാങ്ങയൊക്കെ നന്നായി വെന്ത ശേഷം മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാൻ പാടുള്ളൂ. ഇനി തേങ്ങാപ്പാലും ചേർത്തു, അതൊന്ന് വന്നു തുടങ്ങി, തിളച്ചില്ല, ഒന്ന് പയ്യൊന്ന് ആവി കയറി തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഞാനൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തോരൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേനയാണ്. അപ്പോൾ ചേന ഇവിടെ അങ്ങനെ സ്ഥിരം കിട്ടുന്ന സാധനമൊന്നുമല്ല, ഫ്രോസൺ വാങ്ങിച്ചത്. ഫ്രോസൺ ചേന കൊണ്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഫ്രഷ് ചേന ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ചേന ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നും അതിനില്ല കേട്ടോ. ഒന്ന് വേവിച്ചിട്ടാണ് അവർ ഫ്രീസ് ചെയ്ത് വെക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരുപാട് വേവൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് ചേന വെന്ത് കിട്ടി. ഞാൻ വെള്ളം ഒന്നും ചേർത്തില്ല കേട്ടോ. പക്ഷേ ഫ്രഷ് ചേനയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് അപ്പുറം വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും മീനിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ചേനയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. അതിനോടൊപ്പം എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചതച്ച മുളകാണ് ചേർക്കുന്നത്. വേറെ ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും തന്നെ ചേർക്കുന്നില്ല, ചതച്ച മുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനത് മൂടി വെച്ചതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിനൊപ്പം തന്നെ മീൻ വറുക്കുകയും ചെയ്യാം. അപ്പോൾ സാധാരണ ഞാൻ മീൻ വറുക്കാൻ നേരത്ത് സ്പെഷ്യൽ മസാലകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയൊക്കെ അതാണ് ഉപയോഗിക്കാറ്. അതിൻ്റെ റെസിപ്പി ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ മീനിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഞാൻ ഒരു മസാലകളും ചേർത്തില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ കേട്ടോ ചേർത്തിട്ടുള്ളൂ. ഇതാ നമ്മുടെ ചേന റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ സാധാരണ തോരൻ വയ്ക്കുമ്പോൾ മെഴുക്ക് വരട്ടിയേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം എപ്പോഴും തോരനാണ്. കാരണം തേങ്ങയൊക്കെ എനിക്കിഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചു. ആ തേങ്ങയിലേക്കൊന്ന് ആവി കയറി കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതേസമയം തന്നെ ഇതാ നമ്മുടെ മീൻ വറുത്ത് കഴിഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ ഇത് മൂന്നും. നല്ല അടിപൊളി ഹോട്ടൽ സ്റ്റൈൽ മീൻ കറിയും റെഡിയായി കഴിഞ്ഞു. മീൻ വറുത്തതും ചേനത്തോരനും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി ഊണായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള റെസിപ്പീസും അല്ലെങ്കിൽ വിഭവങ്ങളൊക്കെ കാരണമാണ് ഞാൻ കുത്തിയിരുന്ന് ഈ മട്ടയരി ചോറുണ്ട് ഒരു 5-6 കിലോയൊക്കെ കൂടിപ്പോയത്. ഇപ്പോൾ അത് വീണ്ടും അളവ് കുറച്ചാണെങ്കിലും ഞാനിപ്പോൾ ഇതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡയറ്റൊക്കെ നോക്കി കുറേ നാൾ കഴിക്കാതിരുന്നത് കഴിക്കുന്നത് കൊണ്ടാണോ അതോ ഈ കറിയുടെ ടേസ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല. അപാര ടേസ്റ്റായിരുന്നു ഈ കറികൾക്കെല്ലാം തന്നെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏത് മീൻ വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ കഷ്ണം മീനുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം മീനും മാങ്ങയും കൂടെ ആയിട്ടുള്ള ആ കറിയും മീൻ വറുത്തും ചേന തോരനും കൂട്ടി ഞാനൊരു പിടി പിടിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാമെന്ന് കരുതി. അപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ദോമപ്പള്ളിയിലാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകണം, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണം തോന്നി ആദ്യം വരുന്നത് ഈ പള്ളിയിലേക്കാണ് കേട്ടോ. ഇറ്റലിയിലെ ഏറ്റവും വലിയ പള്ളിയാണ്. നമ്മുടെ ദോമപ്പള്ളിയുടെ മാത്രം വിശേഷങ്ങളായിട്ട് ഞാനൊരു സ്പെഷ്യൽ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഈ പള്ളിയും ഈ പള്ളിയുടെ പരിസരത്തും എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വാഴകളാണ്. കാരണം ഇറ്റലിയിൽ വന്ന ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വാഴകൾ കാണുന്നത്. ഇത്രയും നല്ല വാഴ തന്നെ കാണുന്നത്. അതേപോലെ നമ്മുടെ സൈറ്റ് സീയിങ്ങിൻ്റെ ബസ്സുകളും ഇപ്പോൾ വീണ്ടും ഇവിടെ കണ്ടു തുടങ്ങി. കഴിഞ്ഞ ഒരു കൊല്ലത്തോളം ഈ ബസ് ഇവിടെ കാണാനേ ഉണ്ടായിരുന്നില്ല. കോവിഡ് ആയതുകൊണ്ട് ടൂറിസം ഒന്നും ഉണ്ടായിരുന്നില്ലോ. ഇപ്പോൾ വീണ്ടും പഴയ പോലെ നമ്മുടെ
ടൂറിസ്റ്റുകളൊക്കെ ഇവിടേക്ക് വരികയും ഇവിടെയുള്ള ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് പോയി തുടങ്ങി വീണ്ടും ഒരു പഴയ നല്ല കാലത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മിലാനിൽ ഓട്ടോ എക്സ്പോ നടക്കുന്ന ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് ബ്രാൻഡഡ് കാറുകൾ ഇതാ ഇവിടെ കാണാനുണ്ടായിരുന്നു. ബെൻലിയും പഗാനിയും ബുഗാട്ടി ഉൾപ്പെടെ 60ഓളം പ്രീമിയം ബ്രാൻഡുകളുടെ ഷോ ആയിരുന്നു കേട്ടോ ഇവിടെ നടന്നത്. Still launched. Okay. It's going to be probably soon, the next couple years maybe, when there's going to be more charging places. Okay, thank you. Yeah. ഇത് ഹുണ്ടായുടെ ഏറ്റവും പുതിയ മോഡലാണ്. ഇത് ഹൈഡ്രജൻ ആണ്. ഇതുവരെ ഇത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഒരു 2 വർഷത്തിന് ശേഷം മാത്രമാണിത് നമ്മുടെ സാധാരണക്കാരിലേക്ക് എത്തുന്നത്. ഈ ഹൈഡ്രജൻ ഫ്യൂവലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള ചാർജിങ് സ്റ്റേഷൻസിൻ്റെ അഭാവം കൊണ്ടാണ് ഇപ്പോൾ ഇത് മാർക്കറ്റിൽ അത്ര ഇറക്കാതിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഇറ്റലിയിലാകെ ഒരു സ്ഥലത്ത് മാത്രമേ ഹൈഡ്രജൻ്റെ ഒരു ചാർജ് ചെയ്യാനുള്ള ഒരു സ്റ്റേഷനുള്ളൂ. അപ്പോൾ ഇത് എത്രത്തോളം വിപണിയിൽ ഈ പറഞ്ഞ ചാർജിങ് സ്റ്റേഷൻസൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ഇലക്ട്രിക് സ്റ്റേഷൻസൊക്കെ ഒരുപാട് വന്നു എന്ന് പറഞ്ഞ പോലെ ഹൈഡ്രജൻ സ്റ്റേഷൻസ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയും പിന്നീട് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയി. പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില വർദ്ധിച്ച സമയത്ത് നമുക്കിപ്പോൾ ആശ്രയം ഇലക്ട്രിക് വണ്ടികളാണ്. ഇത്തവണ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഓട്ടോ എക്സ്പോയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന വാഹനങ്ങളിൽ ഒരു 50% മുകളിലും ഇലക്ട്രിക് വാഹനങ്ങളാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഇനി മാറുന്ന യുവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടുത്തെ പോലീസുകാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് കേട്ടോ. കണ്ടോ, ലംബോർഗിനിയാണ്. നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് പെട്ടെന്നൊന്നും നമ്മുടെ പോലീസുകാർക്ക് ലംബോർഗിനി കിട്ടത്തില്ലായിരിക്കും. പക്ഷെ വരും കാലങ്ങളിൽ ചിലപ്പോൾ വന്നാലോ. അപ്പോൾ ഈ ക്രിമിനൽസിനെയും എല്ലാവരെയും ഒക്കെ ചേസ് ചെയ്ത് പിടിക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്പായിരിക്കും ഇങ്ങനത്തെ ഒരു വണ്ടി അവർക്കുണ്ടെങ്കിൽ. ഇറ്റാലിയൻ മിലിറ്ററി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനത്ര ഡിവൈസൊക്കെ അവർ മാറ്റി എങ്കിലും അതവിടെ ഒരു എക്സിബിഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് കയറാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ കാണാം. ലേറ്റസ്റ്റ് മോഡൽ കാറുകൾ മാത്രമല്ല, ചില വിൻറ്റേജ് കാറുകളും ഈ ഒരു എക്സ്പോയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് മുമ്പിൽ നിന്നും ഞാൻ ചില ഫോട്ടോകളൊക്കെ എടുത്തു. പിന്നെ ഇവിടുത്തെ മിലിറ്ററിയിലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ എക്സ്പോയിലെ കാഴ്ചകൾ തീർന്നില്ല കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, 60ഓളം പ്രീമിയം ബ്രാൻഡുകളുടെ കാറുകളായിരുന്നു ഇവിടെ എക്സിബിഷന് വേണ്ടി ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പ്രീമിയം കാറുകളെ പരിചയപ്പെടുത്തുന്ന കാറുകളുടെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറുകളെയും വണ്ടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആ വീഡിയോ പോയി കാണാം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ദാ ഈ ഒരു ബുഗാട്ടിയുടെ ഈ ഒരു കാറ് ലോകത്തിലാകെക്കൂടെ ഈ ഒരു കാറ് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് എന്താ പറയുക, ഒരു എക്സോട്ടിക് കാറാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണാൻ കഴിഞ്ഞു എന്നതിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതുപോലെ വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ കഴിയുന്ന ഇത്തരം കാറുകളുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും കിട്ടിയൊരു ഗ്യാപ്പിൽ ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാറുകളും എക്സ്പോയും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ചൂട് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓട്ടോ എക്സ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഭയങ്കര വിശപ്പ്, നല്ല വെയിലും ചൂടൊക്കെയാണ്. അപ്പോൾ ഞങ്ങളൊരു പോക്ക് ബോളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓക്കെ, താങ്ക് യു. ഈ ഒരു ഗ്രീൻ ഇതിനെന്താ പറയുക, ഫ്രഷ് എന്നാ സംഭവം എനിക്കറിയില്ല. നിങ്ങളിങ്ങനെ ഡ്രിങ്കും സെലക്ട് ചെയ്യുന്ന ഒരു പോക്ക് ബൗളും ആണ്. ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം എൻ്റെ ചോയ്സാണ്. ചിക്കനുണ്ട്, മെയ്സ് ഉണ്ട്, പിന്നെ വൈറ്റ് റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഡയറ്റ് തീർന്നുണ്ട്, അപ്പോൾ ഒന്ന് വൈറ്റ് റൈസ് ട്രൈ ചെയ്യാമെന്ന് കരുതി. പക്ഷെ ഓവറോൾ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. നമുക്ക് റിച്ച് പ്രോട്ടീനാണ്. മിനിമം 2 പ്രോട്ടീനെങ്കിലും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഡിന്നർ കഴിക്കും. നേരത്തെ ആഹാരം കഴിച്ചാൽ അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.